Hello, this is Dr. Praveen Ramchandra. I'm senior endocrinologist working in Diaplus Endocrinology Clinic, Yelahanka, Newton, Bangalore, India. Please watch this video. നമസ്കാരം. ഇൻസുലിനുമായി ഒരു യാത്ര പോവുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിൽ പലർക്കും വല്ലാത്തൊരു ടെൻഷനാണല്ലേ? എന്നാൽ ഇനി ആ പേടി വേണ്ട. ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് യാത്രാവേളകളിൽ ഇൻസുലിൻ എങ്ങനെ സുരക്ഷിതമായി കൊണ്ടുപോകാമെന്നാണ്. ബാംഗ്ലൂർ യലഹങ്കയിലെ ഡയപ്ലസ് എൻഡോക്രൈനോളജി ക്ലിനിക്കിലെ സീനിയർ എൻഡോക്രൈനോളജിസ്റ്റായ ഡോക്ടർ പ്രവീൺ രാമചന്ദ്രയുടെ പേഷ്യന്റ് എഡ്യൂക്കേഷൻ കോഴ്സിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. പ്രധാനമായും 5 കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇൻസുലിൻ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട സുവർണ്ണ നിയമങ്ങൾ, പലതരം കാലാവസ്ഥകളെ എങ്ങനെ നേരിടാം, നമ്മുടെ ട്രാവൽ കിറ്റ്, എയർപോർട്ട് സെക്യൂരിറ്റി പരിശോധനകൾ, പിന്നെ നിർബന്ധമായും കയ്യിൽ കരുതേണ്ട യാത്രാരേഖകൾ. ഇതിൽ ഒന്നാമത്തെ ഭാഗം, ആ സുവർണ്ണ നിയമം എന്താണെന്ന് നോക്കാം. ഡോക്ടർ പ്രവീൺ രാമചന്ദ്രയുടെ ക്ലിനിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോട്ടോക്കോളാണിത്. ഡയപ്ലസ് എൻഡോക്രിനോളജി ക്ലിനിക് നൽകുന്ന ആ സുവർണ്ണ നിയമം ഇതാണ്: ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ഇൻസുലിനെ സംരക്ഷിക്കുക, ഒരിക്കലും അത് ചെക്ക് ഇൻ ലഗേജിൽ വെക്കരുത്. ഏത് യാത്രയിലും നമ്മൾ പാലിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണിത് കേട്ടോ. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻസുലിൻ ഒരു കാരണവശാലും നിങ്ങളുടെ ചെക്ക് ഇൻ ലഗേജിൽ പാക്ക് ചെയ്യരുത്. വിമാനത്തിന്റെ കാർഗോ അറകളിലെ താപനിലയിൽ വലിയ വ്യതിയാനങ്ങളുണ്ടാകാം. ഇത് നിങ്ങളുടെ ജീവൻ രക്ഷാമരുന്നിനെ പൂർണ്ണമായും നശിപ്പിച്ചേക്കും. ലഗേജ് വരാൻ വൈകുന്നതും അവരത് അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതുമൊക്കെ ആലോചിച്ച് നോക്കൂ. അത്രയും വലിയൊരു റിസ്ക് നമ്മൾ എടുക്കേണ്ട ആവശ്യകതയില്ല. നമുക്കറിയാം, തുറക്കാത്ത ഇൻസുലിൻ എപ്പോഴും 2 ഡിഗ്രി മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിലാണ് സൂക്ഷിക്കേണ്ടത്. ഇതൊരു കൃത്യമായ ക്ലിനിക്കൽ ടാർഗറ്റാണ്. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ യാത്രകളിലെ യഥാർത്ഥ വെല്ലുവിളികളെക്കുറിച്ച് ചിന്തിക്കാൻ. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാം. നമ്മുടെ യാത്രകളിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ എങ്ങനെ നേരിടാം, പാരിസ്ഥിതികമായി വരാൻ സാധ്യതയുള്ള ഭീഷണികളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നാണ് ഇതിൽ നോക്കുന്നത്. ഇവിടെ നമ്മൾ 2 വ്യത്യസ്ത സാഹചര്യങ്ങളാണ് നേരിടുന്നത്. ഒന്ന്, ഇന്ത്യയിലെ കടുത്ത വേനൽക്കാലം. നേരിട്ടുള്ള സൂര്യപ്രകാശവും നിർത്തിയിട്ടിരിക്കുന്ന കാറുകൾക്കുള്ളിലെ കടുത്ത ചൂടുമൊക്കെ ഇൻസുലിനെ ബാധിക്കാം. ഇതിന് നല്ല ഇൻസുലേറ്റഡ് കൂളറുകൾ ഉപയോഗിക്കുന്നതാണ് പരിഹാരം. എന്നാൽ നേരെ മറിച്ച് ഒരു ഹിമാലയൻ ട്രിപ്പാണ് പോകുന്നതെങ്കിലോ, അവിടത്തെ കടുത്ത തണുപ്പിൽ ഇൻസുലിൻ ഉറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശരീരത്തിന്റെ ചൂട് കിട്ടാൻ പാകത്തിന് ഇൻസുലിൻ എപ്പോഴും നിങ്ങളുടെ ജാക്കറ്റിൻ്റെ ഉള്ളിലെ പോക്കറ്റിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് കോൾഡ് ചെയിൻ. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ദീർഘനേരമുള്ള ബസ് യാത്രകൾ, എപ്പോഴാണ് കറണ്ട് പോവുക എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെയാണല്ലോ നമ്മുടെ ചുറ്റുപാടുകൾ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഇൻസുലിൻ്റെ താപനില കൃത്യമായി നിലനിർത്തുക എന്നത് വളരെ ശ്രദ്ധ വേണ്ട കാര്യമാണ്. ഭാഗം 3, യാത്രയ്ക്കുള്ള അത്യാവശ്യ കിറ്റ്. യാത്രാവേളകളിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഒരു കംപ്ലീറ്റ് ഡയബറ്റീസ് ബാഗ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മളിത് പാക്ക് ചെയ്യുന്ന രീതിയാണ്. ഹാൻഡ് ലഗേജിന് മുകളിലായി തന്നെ സുതാര്യമായൊരു പൗച്ചിൽ വേണം ഇതെല്ലാം വെക്കാൻ. ഇൻസുലിൻ പെന്നുകളോ വയലുകളോ ഫാർമസിയിൽ നിന്ന് വാങ്ങിയ ആ ഒറിജിനൽ ബോക്സിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് സെക്യൂരിറ്റി പരിശോധനയ്ക്ക് വളരെ സഹായകമാകും. സിരിഞ്ചുകൾ, ഗ്ലൂക്കോമീറ്റർ, സ്ട്രിപ്പുകൾ എന്നിവയൊക്കെ ഈ പൗച്ചിൽ തന്നെ വെക്കാം. കൂൾ പാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇൻസുലിനിൽ നേരിട്ട് മുട്ടാത്ത രീതിയിൽ ഒരു ടവലിൽ പൊതിഞ്ഞു വേണം വെക്കാൻ. എമർജൻസിക്കായി കുറച്ച് ഗ്ലൂക്കോസ് ഗുളികളും എപ്പോഴും കയ്യിൽ കരുതുക. ഇതെല്ലാം കയ്യിലുണ്ട്. എന്നാലും വിമാനത്താവളത്തിലെത്തുമ്പോൾ പലർക്കും ഒരു പേടിയുണ്ടാകും. ഇന്ത്യൻ എയർപോർട്ട് സെക്യൂരിറ്റിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻസുലിനും മറ്റു ഉപകരണങ്ങളുമായി പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അവിടെ നേരിടേണ്ടി വരിക? അതാണ് നമ്മൾ 4ാമത്തെ ഭാഗത്തിൽ പറയുന്നത്: എയർപോർട്ട് സെക്യൂരിറ്റി പരിശോധനകൾ. കൃത്യമായ പ്രോട്ടോക്കോളുകൾ അറിയാമെങ്കിൽ ഒരു ടെൻഷനുമില്ലാതെ CISF പരിശോധനകൾ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. എയർപോർട്ടിലെത്തിയാൽ പ്രധാനമായും 3 സ്റ്റെപ്പുകളാണുള്ളത്. സ്റ്റെപ്പ് 1, എക്സ്റേ ബെൽറ്റിലേക്ക് വെക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ മരുന്നുകളടങ്ങിയ ആ സുതാര്യമായ ബാഗ് പുറത്തെടുത്ത് വെക്കുക. സ്റ്റെപ്പ് 2, നിങ്ങളുടെ മെഡിക്കൽ ഉപകരണങ്ങളെക്കുറിച്ച് CISF ഉദ്യോഗസ്ഥനോട് വ്യക്തമായി പറയുക. ഇനി സ്റ്റെപ്പ് 3, നിങ്ങൾ ഇൻസുലിൻ പമ്പ് അല്ലെങ്കിൽ CGM ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും മാനുവൽ പരിശോധന ആവശ്യപ്പെടുക. സുരക്ഷാ ഉദ്യോഗസ്ഥരോട് എന്താണ് പറയേണ്ടത് എന്നോർത്ത് നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും വേണ്ട. വളരെ ആത്മവിശ്വാസത്തോടെ അവരോട് ഇങ്ങനെ പറയാം: സർ അല്ലെങ്കിൽ മാഡം, ഇത് എൻ്റെ ഇൻസുലിനും ഡയബറ്റിസ് ഉപകരണങ്ങളുമാണ്. എൻ്റെ കയ്യിൽ ഇതിനായുള്ള ഡോക്ടറുടെ കുറിപ്പടിയുമുണ്ട്. ഇങ്ങനെ കൃത്യമായി പറയുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ വ്യക്തമായ അറിവുള്ള ഒരാളാണ് നിങ്ങളെന്ന് അവർക്ക് ബോധ്യമാകും. ഈ ഒരു കാര്യം നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഇൻസുലിൻ വയലുകളും പെന്നും എക്സ്റേ മെഷീനിലൂടെ പോകുന്നത് തികച്ചും സുരക്ഷിതമാണ്. എങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ മാനുവൽ പരിശോധന ആവശ്യപ്പെടാവുന്നതാണ്. എന്നാൽ ഇൻസുലിൻ പമ്പ്, CGM തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ
ഒരിക്കലും എക്സ്റേയിലോ ഫുൾ ബോഡി സ്കാനറിലൂടെയോ കടത്തിവിടാൻ പാടില്ല. അവ എപ്പോഴും പാഡ് ഡൗൺ അഥവാ മാനുവൽ പരിശോധനയ്ക്ക് മാത്രമേ വിധേയമാക്കാവൂ. 5ാമത്തെ ഭാഗം അത്യാവശ്യ യാത്രാരേഖകൾ. എയർപോർട്ടിൽ നമ്മൾ മാനുവൽ പരിശോധന ആവശ്യപ്പെടുമ്പോഴൊക്കെ കൃത്യമായ തെളിവ് നൽകാൻ ചില ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ടാകണം. ഇവയൊന്നും സർക്കാരിന്റെ നിയമപരമായ സർട്ടിഫിക്കറ്റുകളല്ലെങ്കിലും നമ്മുടെ CISF പരിശോധനകൾ വളരെ സ്മൂത്തായി നടക്കാൻ ഈ രേഖകൾ സഹായിക്കും. ക്ലിനിക്കിന്റെ ലെറ്റർ ഹെഡിൽ ഇംഗ്ലീഷിലുള്ള ഡോക്ടറുടെ കത്ത്, ഏറ്റവും പുതിയ മെഡിക്കൽ കുറിപ്പടി, നിങ്ങളുടെ കണ്ടീഷനും ഉപകരണങ്ങളെക്കുറിച്ചും വ്യക്തമാക്കുന്ന ഡയബറ്റിസ് ID കാർഡ്, പിന്നെ ഡോക്ടറുടെയും കുടുംബാംഗങ്ങളുടെയും എമർജൻസി കോൺടാക്റ്റ് നമ്പറുകൾ. ഇവയെല്ലാം ഉൾപ്പെടുന്ന ഒരു ഫോൾഡർ കയ്യിൽ കരുതുക. എല്ലാത്തിന്റെയും 2-3 കോപ്പികൾ എടുക്കാൻ മറക്കരുത്. ഇനി ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആ രേഖയിലേക്ക് വരാം, ഡോക്ടറുടെ കത്ത്. ഡോക്ടർ രാമചന്ദ്രയുടെ നിർദ്ദേശപ്രകാരം ഈ കത്തിൽ നിങ്ങളുടെ ഇൻസുലിൻ ഉപയോഗത്തിന്റെ അളവും നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളും കൃത്യമായി എഴുതിയിരിക്കണം. കൂടാതെ ശരീരത്തിലുള്ള പമ്പുകളോ CGMO അഴിച്ചുമാറ്റാൻ കഴിയില്ല എന്ന കാര്യവും ഇതിൽ വ്യക്തമായി തന്നെ മെൻഷൻ ചെയ്തിരിക്കണം. ഇത് എയർപോർട്ടിലെ അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വരാനിരിക്കുന്ന നിങ്ങളുടെ അടുത്ത യാത്രയെക്കുറിച്ചിപ്പോൾ എന്തു തോന്നുന്നു? ഈ അറിവുകൾ തീർച്ചയായും നിങ്ങളെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കും, ഉറപ്പാണ്. യാത്രകളെക്കുറിച്ചുള്ള നിങ്ങളുടെ പേടി മാറ്റി പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ യാത്ര ചെയ്യാൻ ഈ വിവരങ്ങൾ ഉപകരിക്കും. ഇനി അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ എൻഡോക്രൈനോളജിസ്റ്റുമായി സംസാരിക്കാൻ മറക്കരുത്. ഇന്നത്തെ ഈ എക്സ്പ്ലെയിനർ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കുറച്ചുകൂടി കാര്യങ്ങൾ പുതിയതായി നമ്മൾ പഠിച്ചില്ലേ? നമുക്കിനി അടുത്ത വിഷയത്തിൽ കാണാം. അതുവരേക്കും ഹാപ്പി ജേർണി.